പത്രത്തിൽ ഫസ്റ്റ് വന്നത് ഞാൻ ബോംബാട്ടലിൽ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു ഇന്നോവ ആണെന്ന് വന്നു എൻ്റെ ഓർമ്മ. കാറിൽ വന്ന് ഒരു മാഡവും കുറച്ച് ആൾക്കാരും കഴിച്ച് അവരൊന്ന് കഴിച്ച് പിന്നെ നമ്മൾ ക്യാമറ ഇതൊക്കെ ആയിട്ട് വന്നാൽ നിങ്ങൾ പറയോ മറ്റേ എടുത്തൂടെയെന്ന് വെച്ച് ഇവരെ പറഞ്ഞ മാതിരി ഒരാഴ്ച കഴിഞ്ഞപാടുണ്ട് ഇവർ ഒന്നായിട്ട് വന്ന് വണ്ടിയും ക്യാമറയൊക്കെ ആയിട്ട് വന്ന്. അപ്പോൾ എന്നോട് ചോദിച്ചു നമ്മൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുക അത് നിങ്ങൾ പറയണം. ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ എന്നറിഞ്ഞു. അങ്ങനെയാണ് അതിൽ വന്നത്. അതാണ് ആ ന്യൂസ്. അങ്ങനെ അവിടെ സ്ഥിരമായിട്ട് അവിടെ അങ്ങനെ കച്ചവടം തെറ്റില്ലാതെ അത് സ്വയം മാത്രമാണ്, വേറെ ഒന്നുമില്ല. വൈകുന്നേരം അവിടെ കച്ചവടം കുഴപ്പമില്ലാത്ത ലെവലിലെത്തിയപ്പോഴാണ് നമ്മളെ വില്ലനായിട്ട് കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ മൊത്തം ബ്ലോക്കായി. അപ്പോൾ കൊറോണ കഴിഞ്ഞ് ഏകദേശം സീറ്റ് റെഡിയാക്കുക എന്നുള്ള ലെവലിലെത്തി. സീറ്റിലിരുന്ന് കഴിക്കാന്ന് പിന്നെ നമ്മൾ ഐറ്റംസൊക്കെ കൂട്ടി അതിലൊരു കട്ടനാക്കി കൊടുക്കും. 7 ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുള്ള കട്ടന് പല വൈദ്യം വരുന്നത്. ദൂരത്തൊക്കെ ഉണ്ട്, ഗൾഫിലേക്ക് വരെ സാധനം പോകുന്നുണ്ട്. ഓൺലൈനിൽ എന്ന് വെച്ചാൽ നമ്മളോടത് പാർസൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഇത് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മളെ വന്നത്. പൊട്ടോഫോൻ്റെ ആൾ വന്ന് ഇങ്ങനെ ആദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞ് പിന്നെ ഓനെ ഓക്കെ ആക്കി പൊട്ടോഫോല്. പിന്നെ അതുകൊണ്ട് ഇപ്പം എന്താ നമുക്ക് കസ്റ്റമറിനോട് മറ്റേ ഇതുണ്ടോയെന്ന് ചോദിച്ചാലേ ഒരൊറ്റയടിച്ച് പൊട്ടോഫോൽ എന്ന് പറഞ്ഞാൽ ഓല അതിൽ നോക്കിയിട്ട് സാധനം അങ്ങനെ ഓർഡർ വരും. മെയിനായിട്ട് നമുക്ക് ഏതൊരു കച്ചവടക്കാരും പറയാനുള്ളത് വൃത്തി, നമ്മൾ മായമില്ലാതെ ഉള്ളത് വൃത്തിയിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മയില് അവർക്ക് കൊടുക്കുക. കസ്റ്റമറാണ് ഏറ്റവും വലുത്, അവരെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എല്ലാം ഒരു കൈ